എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അമ്മമാരായ നമ്മളൊക്കെ ഉച്ചയാകുമ്പോഴേക്കും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാര്യമാണ് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കും എന്നുള്ളതല്ലേ. എന്നാൽ ഇന്നത്തേക്കുള്ള പലഹാരം നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം കേട്ടോ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റോട് കൂടെ കഴിക്കാൻ പറ്റുന്നതുമായ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ സ്നാക്ക് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കാഷ്യൂനട്ടും കിസ്മസും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ചതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങ നമുക്ക് ഇതിൽ കിടന്ന് ഒന്ന് വിളയിച്ചെടുക്കണം. ഇപ്പോൾ ഇതേ വെള്ളമൊക്കെ വറ്റി പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തേങ്ങയിൽ പിടിച്ച് ഇത് നല്ലതുപോലെ വിളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. ഇനി നമുക്കൊരു ബേസൻ എടുക്കാം. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ദോശമാവിൻ്റെ പാകത്തിനായിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് വരാൻ വേണ്ടിയിട്ട്. ദോശക്കല്ല് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് 1.5 തവി മാവ് ഇതിനകത്തേക്ക് കോരി ഒഴിച്ചതിന് ശേഷം ദോശ പരത്തുന്നത് പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഗോതമ്പ് പൊടിയിൽ 2 മുട്ടയിട്ട് പതപ്പിച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ദോശ ബാറ്റർ നമുക്ക് തയ്യാറാക്കി കിട്ടും. അതുപോലെ തന്നെ ഇത് പാനിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് നമുക്ക് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വിളയിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും നമുക്കിതുപോലെ പരത്തിയതിന് ശേഷം ഇതുപോലെ റോളാക്കി എടുക്കാം. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് പുതിയ എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.